ഹലോ, ദിസ് ഇസ് നോട്ട് എ കാർ ഗൈ. ഒരു വണ്ടിയിൽ നമുക്ക് ലീഗലായിട്ടും റിലയബിൾ ആയിട്ടും ചെയ്യാൻ പറ്റുന്ന കുറച്ച് മോഡിഫിക്കേഷൻസിനെ കുറിച്ച് നമുക്ക് ഇവിടെ സംസാരിക്കാം. ആദ്യമുള്ള കാര്യമാണ് വീൽസ് ആൻഡ് ടയേഴ്സ്. വണ്ടി വരുമ്പോഴത്തേക്ക് അതിന്റെ ടയർ കുറച്ചുകൂടെ ഹാർഡർ ആയിട്ടുള്ള ടയേഴ്സ് ആയിരിക്കും വരിക. നമുക്ക് കുറച്ചുകൂടെ സ്റ്റിക്കിയർ ആയിട്ടുള്ള സ്പോർട്ടിയർ ആയിട്ടുള്ള ടയേഴ്സ് വണ്ടിയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇത് പെർഫെക്റ്റ്ലി ലീഗലാണ്. മാനുഫാക്ചർ റെക്കമെൻഡ് ചെയ്യുന്ന ഡയമെൻഷൻസ് എല്ലാം നിൽക്കണമെന്നേ ഉള്ളൂ. സെയിം അപ്ലൈസ് വിത്ത് വീൽസ് ഓൾസോ. നമുക്ക് കുറച്ചുകൂടെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കുറച്ചുകൂടെ ബെറ്റർ എലമെന്റ് കൊണ്ട് ഉണ്ടാക്കിയ വീൽസ് വേണേൽ വണ്ടിയിൽ വാങ്ങിച്ചിടാം. അതും ലീഗലാണ്. ദ ഓൺലി തിങ് ഇസ് യു ഹാവ് ടു ഗോ വിത്ത് ഗുഡ് ബ്രാൻഡ്സ് ലൈക്ക് ലെൻസോ, ഊസി അല്ലെങ്കിൽ സ്പാർക്കോ, അതല്ലെങ്കിൽ ഇന്ത്യൻ ബ്രാൻഡ്സ് ലൈക്ക് യൂനോ, മിൻഡ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അല്ലാതെ റെപ്ലിക്ക സാധനങ്ങൾ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. അത് കഴിഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് വണ്ടിയുടെ ബ്രേക്സ്. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ബ്രേക്ക് പാഡ്സ് വണ്ടിയിൽ മാറ്റാൻ പറ്റും. EBC ബ്രേക്സ്, ബ്രംപ്, ഇങ്ങനത്തെ കമ്പനീസ് ഒക്കെ സ്റ്റോക്ക് റീപ്ലേസ്മെന്റ് ഓപ്ഷൻസ് ഇറക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വണ്ടി ചെയ്യാൻ പറ്റുന്ന സാധനമാണ് എയർ ഫിൽറ്റേഴ്സ്. വണ്ടി കമ്പനിയിൽ നിന്ന് വരുമ്പോഴത്തേക്ക് പേപ്പർ എയർ ഫിൽറ്റേഴ്സ് ആയിരിക്കും യൂഷ്വലി ഉണ്ടാവാറ്. നമുക്ക് അതിനൊരു ക്ലോത്ത് എയർ ഫിൽറ്റേഴ്സ് ലൈക്ക് BMC K&N നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് റിലയബിളും ആണ്, ഇല്ലീഗലും അല്ല. പിന്നെ വണ്ടിയുടെ സ്പാർക്ക് പ്ലഗ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നോർമലി വരുന്ന സ്പാർക്ക് പ്ലഗ്സിൽ നമുക്ക് വേണമെങ്കിൽ ഒരു റുത്തേനിയമോ അല്ലെങ്കിൽ ഇറിഡിയമോ സ്പാർക്ക് പ്ലഗ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഉള്ളൊരു സാധനമാണ് സസ്പെൻഷൻ. വരുന്ന സസ്പെൻഷനെക്കാളും സോഫ്റ്റ്വെയർ ആയിട്ടുള്ളതോ ഹാർഡർ ആയിട്ടുള്ള സസ്പെൻഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വണ്ടിയുടെ ഹൈറ്റിൽ ഡിഫറൻസസ് ഒന്നും ഉണ്ടാവരുതെന്നേ ഉള്ളൂ. അപ്പം ഈ പറയുന്ന മോഡിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് ലീഗലായിട്ട് അത്യാവശ്യം കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മോഡിഫിക്കേഷൻസ് ആണ്. ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിനെ കുറിച്ചും അടുത്ത വീഡിയോസിൽ പറയാം. ഓക്കെ, താങ്ക് യു.